ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് മാനസാന്തരം ഉണ്ടായത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് വീണ്ടും ജനനം, നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം സംഭവിച്ചത്. ആ വീണ്ടും ജനനം സംഭവിച്ചത് പരിശുദ്ധാത്മാവിലാണ്, വചനത്താലാണ്. ആ സമയം തന്നെ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വസിച്ചിരിക്കുക. ഈ ആത്മാവിൻ്റെ പ്രത്യേകതയാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകൾ. എഫേസ് ലേഖനത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശദമായി പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. കമ്പിവാചകങ്ങൾ പോലെ പെട്ടെന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതിന് മുൻപ്, രക്ഷിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് നമ്മൾ ഏത് ആത്മാവിലായിരുന്നുവെന്നും എഫേസ് ലേഖനം പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് ആത്മാവിലായിരുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, യേശുവിനെ നമ്മൾ അറിയുന്നതിന് മുൻപ് നമ്മൾ മറ്റൊരു ആത്മാവിൻ്റെ അടിമത്വത്തിലായിരുന്നു. ആ ആത്മാവിനെ കുറിച്ച് ഈ വാക്യത്തിൽ എഫേസ് ലേഖനം 2:2 പറയുന്നു, അനുസരണക്കേടിൻ്റെ ആത്മാവായിരുന്നു. നമുക്കിതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഏദൻ തോട്ടത്തിൽ ആദി മാതാപിതാക്കളായ ആദാമിനോട് ഹവ്വയോട് കർത്താവ് എന്താ പറഞ്ഞത്? ഒറ്റ കാര്യം പറഞ്ഞോളൂ, തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം. അതിലെന്തും പെട്ടു, ജീവവൃക്ഷത്തിന്റെ ഫലവും തിന്നാൻ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. ഒരൊറ്റ വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്. നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നാൻ പാടില്ല. ദൈവം ആദാമിനും ഹവ്വയ്ക്കും ഒരു കൽപ്പന കൊടുത്തു. അവരത് അനുസരിക്കുമോ, ദൈവത്തെ പൂർണ്ണമായി പിന്തുടരുമോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യാനാണ് ആ കൽപ്പന കൊടുത്തത്. കുറെ കാലം അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിശാചിന്റെ പ്രലോഭനത്തിൽ അവർ പെട്ടു. അവർ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചു. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുസരണക്കേടാണ് പാപം. നമുക്കറിയാം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാ. ഇവിടെ ഇടതുവശത്തു കൂടി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് നിയമമുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ഒരാൾ വലതുവശത്തു കൂടി ഓടിച്ചാലോ അത് ക്രിമിനൽ ഒഫൻസാണ്, കുറ്റമാണ്, പിഴ അടക്കേണ്ടി വരും, കേസാകും. അപ്പോൾ നിയമലംഘനം, ഒന്നുകൂടി പറഞ്ഞാൽ അനുസരണക്കേട്. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ അത് പാപമാണ്. നമ്മൾ ഈ നിയമങ്ങൾ ലംഘിച്ച് നടക്കുമ്പോൾ അത് പാപമാണ്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക, എവിടെയെല്ലാം അനുസരണക്കേട് വരുന്നുണ്ടോ അവിടെയെല്ലാം പാപം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അനുസരണക്കേടിൻ്റെ ആത്മാവ്. ഈ ആത്മാവിൽ നമ്മൾ നടന്നവരായിരുന്നു, ജീവിച്ചവരായിരുന്നു. അതിൽ നിന്നുമാണ് യേശുവിൻ്റെ സുവിശേഷത്താൽ, യേശുവിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വിടുവിച്ച് രക്ഷിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിൽ ഈ അനുസരണക്കേടിൻ്റെ ആത്മാവ് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഇനി മുതൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ മുന്നോട്ട് പോകുന്നവരായിരിക്കണം.